ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ 1928 ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുന്നത്. ആ തീർത്ഥാടനം ഇപ്പോൾ പരിപൂർണമായി അതിൻ്റെ ആ മഹിമയോടുകൂടി സമാപിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ശിവഗിരി തീർത്ഥാടനം മറ്റുള്ള തീർത്ഥാടനങ്ങളിൽ നിന്നെല്ലാം എപ്രകാരമാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും. ഗുരുവിൻ്റെ തീർത്ഥാടനത്തെക്കുറിച്ചുള്ള മഹിതമായ സങ്കല്പം വെറുതെ ആളുകൾ ഒന്നിച്ചുകൂടി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോരുന്ന ഒരു ഇടം അല്ല. മറിച്ച് അതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടാകണം എന്ന് ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കിട്ടൻ റൈറ്ററും മറ്റുള്ള ഭക്തന്മാരും ഗുരുവിനോട് തീർത്ഥാടന അനുമതി ചോദിച്ചപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കണമെന്ന് ഗുരു എടുത്തു ചോദിച്ചത്. ഒരുപക്ഷെ ഈ ലോകത്ത് തന്നെ ഇത്രമാത്രം തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ടെങ്കിലും വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി തീർത്ഥാടനം നടത്തേണ്ടുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് ഈ ശിവഗിരി തീർത്ഥാടനത്തിന് മാത്രമായിരിക്കും. ഗുരു അതിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്, അവിടെ വരുന്ന ജനങ്ങൾ അറിവുള്ളവരായി തിരിച്ചു പോകണം. വെറുതെ തൊഴുതു മടങ്ങുക എന്നുള്ളതല്ല, മറിച്ച് അവിടെ വരുന്ന ജനങ്ങൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചും ഈശ്വരഭക്തിയെക്കുറിച്ചും സംഘടനയെക്കുറിച്ചും കൈത്തൊഴിലിനെക്കുറിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ചും ഒക്കെ കൃത്യമായി അറിയണം. കാരണം കാലം ഒരുപാട് മാറിക്കഴിഞ്ഞു. അവൻ്റെ തമോ ഗുണത്തിൽ നിന്നും അവൻ രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിൽ നിന്ന് സത്വ ഗുണത്തിലേക്കും അവൻ വരണം. പക്ഷേ ഉപരിപ്ലവമായ രീതിയിലാണ് ഇത് നടക്കുന്നത്. അതിൻ്റെ കാരണം ഈ തമോ ഗുണവും രജോ ഗുണവും മുന്നിട്ട് നിൽക്കുമ്പോൾ സത്വഗുണത്തിന് വലിയ പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവൻ്റെ ബുദ്ധിയും മനസ്സും ആ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ബാഹ്യമായിട്ടുള്ള ആഡംബരങ്ങളിലേക്കും ഒക്കെ മനസ്സ് മാറുന്നതിൻ്റെ കാരണം അതാണ്. സൂക്ഷ്മമായ തലത്തിലേക്ക് അവന് പോകാൻ പറ്റുന്നില്ല. ഒരു തീർത്ഥാടനത്തിലൂടെ മനുഷ്യൻ്റെ മനസ്സും ബുദ്ധിയുമൊക്കെ മാറ്റാൻ ഉതകുന്നതായിരിക്കണം എന്ന് ഗുരു പറയുമ്പോൾ നമ്മൾ ആധുനികമായ വിദ്യാഭ്യാസം നേടിയവർ പോലും അത്രയും കടന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വിദ്യ എപ്പോഴും മനുഷ്യനെ സ്വതന്ത്രരാക്കുന്നതായിരിക്കണം. പക്ഷേ ഇന്നത്തെ നമ്മുടെ വിദ്യ ആ രീതിയിൽ സ്വാതന്ത്ര്യം നൽകുന്നില്ല. അവിടെ പലപ്പോഴും പലതിനും കെട്ടുപാടുകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾക്ക് നമ്മുടെ ചിന്താ സ്വാതന്ത്ര്യം ഒന്നും നമ്മൾക്ക് കിട്ടുന്നില്ല. പല സങ്കുചിതമായ കാഴ്ചപ്പാടിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ സമഗ്രമായ ജീവിതത്തെക്കുറിച്ച് ഒരു വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കാതെ പോകുന്നു. ആ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശുചിത്വത്തെയും നമ്മൾ കാണേണ്ടത്. ശുചിത്വം എപ്പോഴും വ്യക്തിയിൽ നിന്നും അതേപോലെ തന്നെ കുടുംബത്തിൽ നിന്നും ആണ് പുറത്തേക്ക് വരേണ്ടത്. പലപ്പോഴും അത് നമ്മൾ കാണുന്നില്ല. സ്വാർത്ഥതയിൽ ഉടലെടുത്ത ഒരു ശുചിത്വം മാത്രമാണുള്ളത്. അത് ശാരീരികമായും ബൗദ്ധികമായും മാനസികവുമായും ആ ശുചിത്വം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കണം. പക്ഷെ അതും നമ്മൾ കാണാത്തത് കൊണ്ടാണ്, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ വീടും
നമ്മുടെ ചുറ്റുപാടുകളും അതുപോലെ തന്നെ നമ്മൾ ചെന്നുപെടുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾക്ക് ശുദ്ധമായി സൂക്ഷിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നത്. നമ്മളുടെ പൊതു സ്ഥലങ്ങൾ, പൊതുവാഹനങ്ങൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതെല്ലാം എത്രമാത്രം വൃത്തികേടായി ആണ് നമ്മൾ കാണുന്നത്, അതിനോട് പെരുമാറുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വിദ്യാസമ്പന്നരായിട്ടും എന്തുകൊണ്ട് ഇതിലൊക്കെ നമ്മൾ ഇടപെടുന്നില്ല? ശ്രീനാരായണ ഗുരുദേവനെ ഒരു സമുദായത്തിൻ്റെ ഒരു നേതാവാക്കി ചുരുക്കി കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ ഈ പ്രധാനപ്പെട്ട ഈ ആശയത്തെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പൊതുസ്ഥാപനങ്ങൾക്കോ ഗവൺമെൻറ്റുകൾക്കോ പറയത്തക്ക താല്പര്യവും ഇല്ലാതാനും. കാരണം പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ ഒരു മനഃശാസ്ത്രം ഏതെങ്കിലും ഒരു ചെറിയ സർക്കിളിൽ ഒതുക്കി തീർക്കുക, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മഹാന്മാരെയും അവതരിപ്പിക്കുന്നത്. അത് വിദ്യാഭ്യാസത്തിൻ്റെ സങ്കുചിതമായ ഭാവമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെതല്ല. അപ്പോൾ സ്വതന്ത്രത അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ നമുക്ക് കൃത്യമായി വിചിന്തനം ചെയ്ത് ജീവിതത്തിൽ സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ സ്വാംശീകരിക്കുമ്പോഴാണ് നമ്മളുടെ ആ ഒരു വിശാലമായ തലത്തിലേക്ക് നമ്മൾ കടക്കുവാനും സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും മറ്റുള്ളവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനും സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിശാലമായ രീതിയിലാണ് ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുന്നതും നമ്മൾ അതിനെ അങ്ങനെ കാണേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ ഇങ്ങനെയൊരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. ആ രീതിയിൽ അത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. ഏവർക്കും നമസ്കാരം.